നോമ്പുള്ളപ്പോഴും നോമ്പില്ലാത്തപ്പോഴും ഒക്കെ തയ്യാറാക്കാം. കൽച്ചട്ടിയിൽ പാചകം ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഹെൽത്ത് വൈസ് വളരെ നല്ല ഇതാന്നല്ലേ പറയപ്പെടണ. പഴം നല്ല മൂടി എന്റെ ബാക്കി ഇങ്ങോട്ടുള്ള ഭാഗങ്ങളാ. രാവിലെ ഇല്ലേ പണ്ടത്തെ കാലത്ത് ഭക്ഷണം കഴിക്കുന്ന അതിലാ കഞ്ഞിയൊക്കെ കുടിക്കണത്. ഇതൊന്നും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ച ഒരു കാലഘട്ടം ചെറുപ്പം ഉണ്ടായിരുന്നു. ഇതിപ്പോ പറയേണ്ട കാര്യം ഉണ്ടായിട്ടല്ല. ഏതെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോ മെയിൻ ഗ്യാസ്ട്രോ ഡോക്ടർ എന്നോട് പറഞ്ഞു തന്നതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത് മനസ്സിലാവൂല. പലർക്കും അത് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ഇച്ചിരിച്ചേ ഉള്ളൂ ഇങ്ങനെയൊക്കെ തോന്നും. പല കമന്റും വരാറുണ്ട്. പക്ഷെ എന്തോരം കഴിക്കേണ്ടെന്ന് അറിയാം. അപ്പനും അമ്മയ്ക്കും ഒന്നും നമ്മൾ വിളമ്പി കൊടുക്കേണ്ട കാര്യമില്ല. അവര് നമ്മളില്ലേ ഇന്ന് മയക്ക് വെച്ചല്ലോ ഇന്ന് ചെയ്യാൻ പോണത് ഒരു നോമ്പുകാല കറിയാ. അതായത് നോമ്പുള്ളപ്പോഴും നോമ്പില്ലാത്തപ്പോഴും ഒക്കെ തയ്യാറാക്കാം. അത് വെള്ളിരിക്ക, ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്കോലാ കോമ്പിനേഷൻ. പക്ഷെ ചക്കക്കുരു മുരിങ്ങക്കോലും ഇല്ലാത്തത് കൊണ്ട് വെള്ളിരിക്ക, മാങ്ങ, വേറൊരു ഇൻഗ്രീഡിയന്റ് അപ്പയുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് പറിച്ചോണ്ട് വന്ന. അപ്പൊ വെള്ളിരിക്ക നമുക്കിട്ട് ഇന്ന് കൽച്ചട്ടിയിലാട്ടോ തയ്യാറാക്കണം. കൽച്ചട്ടിയിൽ വെള്ളം ഒഴിച്ച് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. നോക്കിക്കേ, വെള്ളം ഒഴിച്ച് കല്ലുപ്പ്. അപ്പൊ ഞാൻ വെള്ളിരിക്ക അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാട്ടോ ഇതിലേക്ക് ചേർക്കുവാണേ. വെള്ളിരിക്ക ഒന്ന് വേവായി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും പിന്നെ പറിച്ചോണ്ട് വരുന്ന സംഭവം കൂടെ ഒന്ന് ചേർക്കുക. അതിന് വേവ് കുറവാണ്. അത് കാരണം അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇളക്കി ഇതാക്കി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടേക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി കൂടെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ പിന്നെ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. നോക്കിക്കോ, ഇച്ചിരി മഞ്ഞൾപ്പൊടി എന്നിട്ട് നമുക്ക് അതങ്ങ് പറിച്ചോണ്ട് വരാമോ. പറിച്ചോണ്ട് വന്ന് അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവണ സാധനം. ഇതിന് ഇച്ചിരി വേവുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഒരുപാട് നാളായില്ലേ നമ്മുടെ പാചകത്തിന് കൽച്ചട്ടിയിലെടുത്ത് കണ്ടിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചെയ്യാറുണ്ട്. അത് വർക്കിംഗ് ഡേയിലായിരിക്കും. പകൽ സമയം ചെയ്യണത് കൊണ്ട് ഇവിടെ ആളുണ്ടാവൂല വീഡിയോ എടുക്കാൻ. അതുകൊണ്ടാട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കും. കൽച്ചട്ടിയിൽ പാചകം ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഹെൽത്ത് വൈസ് വളരെ നല്ല ഇതാന്നല്ലേ പറയപ്പെടണ. പഴമയുള്ള ആൾക്കാർ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമില്ല. അങ്ങനെയാണ് നമ്മളിത് വരുത്തിച്ചത് പണ്ട്. ഞാൻ മറന്നുപോയി, തൃശ്ശൂരിൽ നിന്ന് കണ്ടല്ലേ? ഞാനും മറന്നുപോയി തൃശ്ശൂരിൽ നിന്നാ. അത് ഇവിടെ അതിന്റെ ലെറ്റർ ഹെഡ് ഇതിരിപ്പുണ്ട്. അതിൽ വന്ന എങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്നുള്ള അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ സീസൺ ചെയ്യണതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഫുൾ വീഡിയോ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് തന്നെ മൂടികയുണ്ട്. എനിക്ക് മൂടികയോട് കൂടിയുള്ളതാ മേടിച്ചു തന്നാന്ന്. അപ്പൊ മൂടി വെക്കാം. ഇതിന്റെ തന്നെ മൂടിയാകുമ്പോ നല്ലതല്ലേ എപ്പോഴും. അപ്പൊ അത് കാരണം ഞാൻ എടുത്തോണ്ട് വരട്ടെ കേട്ടോ. നല്ല മൂടി. ഇത് കഴുകി ഇവിടെ നനവുണ്ട്. ഇവിടെ ഉണങ്ങിയത് കൊണ്ടാട്ടോ ഈ കളറിൽ ഇരിക്കുന്നത്. കഴുകി വെള്ളം വെള്ളം മാറി ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ കളറാവും. അതെല്ലാവർക്കും അറിയാലോ. അടിയിൽ ഇപ്പൊ ഫ്ലെയിം വന്നപ്പോ കണ്ടോ അവിടെയൊക്കെ ഉണങ്ങി വന്നെ മറ്റേടം നനഞ്ഞിരിക്കുന്നത്. അതെല്ലാവർക്കും അറിയാം കേട്ടോ. ഞാനിങ്ങനെ പുതിയ പിള്ളേർക്ക് വേണ്ടിയാ പല സംഗതികളും പറയണത്. അപ്പൊ നമുക്ക് അപ്പയുടെ കൃഷിത്തോട്ടത്തിൽ നിന്ന് അത് പറിച്ചുകൊണ്ട് വരാം. ഞാൻ 2-3 ദിവസമായി അതവിടെ കിടക്കണ കാണണോ ആ പയറിന് വെള്ളം ഒഴിക്കുമ്പോ. പക്ഷെ നീ ഇവിടെ ഹോളിഡേ ഉള്ള ദിവസം അത് കട്ട് ചെയ്യണം നിങ്ങളെ കാണിക്കാന്ന് ഓർത്ത. കാരണം അത് പറിച്ച് മാറ്റാന്ന് ഓർത്തിട്ട് ഇപ്പോഴും പയറിന് വെള്ളം ഒഴിക്കുമ്പോൾ അതിന് ഇച്ചിരി വെള്ളം ഒഴിക്കണോണ്ട് അതിൽ നനച്ച് പൂക്കണ്ണി ഉണ്ടായി കുഞ്ഞുണ്ടാവും. നിനക്ക് ഇഷ്ടമുള്ള സംഭവം അത്. എന്നാ നമുക്ക് പറിക്കാം. പോരെ, ഞാൻ കട്ട് ചെയ്യും. അതെ കാണാവോ? കൊഴപ്പില്ല, കട്ട് ചെയ്തിട്ട് ഇനി കാണാം. അതേ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ എന്നാ ചെയ്യണേ? അല്ലാണ്ട് നിവൃത്തിയില്ല. ഇച്ചിരി ഭാഗം നമുക്ക് ഇതിന്റെ കളയണം. ഇതുണ്ടോ പഴുത്തു വല്ലാതെ. 3 ദിവസമായി ഇങ്ങനെ കിടക്കണം. അത് നീ എന്നും വൈകിട്ട് സന്ധ്യക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കട്ട് ചെയ്യാൻ പറ്റൂല. എന്നാന്ന് വെച്ചാൽ സന്ധ്യ ആകുമ്പോ ഇങ്ങനെ നിക്കണം നനച്ചിട്ടേക്കണതിലേക്ക് നമ്മള് ചെന്നാൽ ശരിയാവൂല. കാരണം അറിയാലോ നനവ് വേനൽക്കാലത്ത് പ്രത്യേകിച്ച്. അപ്പൊ ഒരു പയർ പറിക്കാറായിട്ടുണ്ട്. ഇഷ്ടംപോലെ അപ്പയുടെ ഇതിൽ പയറുകൾ ഉണ്ടാവുന്നുണ്ട്. പയർ പൂക്കണ്ണിയും കുത്തുണ്ട്. ഇത് നമ്മുടെ ബെൻചേച്ചി കൊടുത്തുവിട്ട പയർ വിത്ത് പാകിയത് അപ്പ. ഒരു പയർ ബെൻചേച്ചി അവിടെ ഉണ്ടായത് കൊടുത്തു വിട്ടത് അപ്പ ചെന്നപ്പ. അന്നേരം എന്നിട്ട് ഗ്രോ ബാഗിൽ വെച്ചേക്കണം. ഇതൊന്നും എൻ്റെ അല്ല കേട്ടോ. എൻ്റെ ബാക്കി ഇങ്ങോട്ടുള്ള ഭാഗങ്ങളാ. രാവിലെ ഇല്ലേ ഇത് മുതൽ എല്ലാത്തിലും ബട്ടർഫ്ലൈ ആയിരുന്നു. അവിടെ ബന്ദി എല്ലാത്തിലും ഇവിടെ ഇല്ല. അപ്പൊ നമ്മളില്ലേ വെള്ളരിക്ക ഒന്ന് നോക്കാം. ഏതാണ്ട് വേവായിട്ടുണ്ടാവും കേട്ടോ. പകുതി വേവ് കഴിയുമ്പോൾ നമുക്ക് മറ്റു സാധനങ്ങൾ ചേർക്കാം. ഏതാണ്ട് വേവായിട്ടുണ്ട്. കുറച്ചുകൂടെ വേവാനുണ്ട്. പക്ഷെ ഈ ചേർക്കണ സംഗതികൾ വെന്തലുത്ത് അതിലേക്ക് ചേർന്നാലും കുഴപ്പമില്ല. മാങ്ങായുടെ 1.5 പൂള ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. 1.5 പൂള് മാത്രം. നല്ല പുളിയുണ്ട് അതുകൊണ്ടാ. വേപ്പിലയുണ്ടേ. മാങ്ങ മേടിച്ചതാട്ടോ. നമ്മുടെ മാങ്ങ പറിക്കാറായില്ല. ഇതിലില്ലേ മേടിച്ച മാങ്ങ പതുക്കെ ചെനച്ചു തുടങ്ങിയപ്പോ ഇനി അങ്കമാലി മാങ്ങാക്കറിക്കുള്ള ഇതായിട്ടുണ്ട്. മാർജിനിൽ നിന്ന് നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് മേടിക്കാൻ മാങ്ങ. എന്നിട്ട് അങ്കമാലി മാങ്ങാക്കറി ചെയ്യാം. ഇവിടെ
പറിച്ചിരുന്ന നമ്മളിപ്പോൾ നിങ്ങളെ പറിച്ച പാവയ്ക്ക കുറച്ച് ഭാഗം ഡാമേജ് ഉണ്ടായിരുന്നു, പഴുത്തു വല്ലാതെയായത്. അതുകൊണ്ട് ആ ഭാഗം എടുത്തില്ല. ഇത് മേടിച്ച് വേറൊരു കറിക്ക് വേണ്ടി വെച്ചിരുന്ന പാവയ്ക്കയുടെ സ്വല്പം ഞാൻ കീറിയെടുത്താ കേട്ടോ. ഇത് മാറ്റിയൊക്കെ ഇങ്ങനെ അത് പഴുപ്പ് കൂടിയതിൻ്റെ ഇതാ ഇനി ഇടുവാണേ. ഇത് പച്ചപ്പാവയ്ക്ക, അത് ഇവിടെ മേടിച്ചതാട്ടോ, ഇവിടത്തെ പാവലേലയല്ല. മറ്റേ ഇങ്ങനെയും ഉരുട്ടി പിടിച്ചതിൽ ഉണ്ടായി കിടന്നതാ, കണ്ടില്ലായിരുന്നു നമ്മൾ അടിയിലായതുകൊണ്ട്. അതെ പാവലിന്റെ സമയം കഴിഞ്ഞു, എന്നാലും അതിലിങ്ങനെ ഈ നനവ് കിട്ടണോണ്ടായിരിക്കും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇനി അവിടെ ഇരുന്ന് വേവട്ടെ, നന്നായിട്ട് വെന്തിട്ട് വേണം നമുക്ക് അരപ്പ് ചേർക്കാൻ. അരപ്പിന് തേങ്ങ അത് ഞാൻ അന്നേരം പറയാം, അരച്ച് വെക്കും. കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ സപ്ലൈ ഓഫ് ചെയ്യും. അവർ ഓഫ് ചെയ്യുവാണെങ്കിൽ മൊബൈലിൽ മെസ്സേജ് വരും, ഇവിടുത്തെ മൊബൈലില്. പക്ഷെ മെസ്സേജ് വന്നിട്ടില്ല. ഇനി എങ്ങാൻ കറണ്ട് പോയാൽ പ്രശ്നമല്ലേ, ചാർജറി ഉണ്ടാവൂലെന്നും അറിയില്ലെങ്കിൽ ശരിയാവൂല്ലോ. അപ്പൊ അതാ ഓക്കെ, ഇനി മൂടി വെക്കാം. മൂടി വെക്കണതാണ് അതിന്റെ ഭംഗി. ചൂട് കല്ലായതുകൊണ്ട് മൂടുവാണേ. നമ്മളിലതേ നോക്കിക്കേ, നന്നായിട്ട് വെന്തുതേ കഷ്ണങ്ങളൊക്കെ. അതെ പാവയ്ക്ക, പഴുത്ത പാവയ്ക്ക അങ്ങനെ കിടക്കണം കേട്ടോ. ബാക്കി എല്ലാം വെന്ത് കലങ്ങിയ രീതിയിലായിട്ടുണ്ട്. മാങ്ങയ്ക്കും പാവയ്ക്കും ഒക്കെ ഇങ്ങനെ അറിയാലോ എല്ലാവർക്കും വേവ് എങ്ങനെയാന്നുള്ളത്. വെള്ളരിക്ക് മാത്രം ഇച്ചിരി വേവുള്ളതാ. അപ്പൊ ഇതില് തേങ്ങ അരപ്പിൽ എന്നാക്കിയ ചേർത്തേക്കണെന്ന് വെച്ചാൽ തേങ്ങ, ചുമന്നുള്ളി കൂടുതലാണ്, വെളുത്തുള്ളി ഉണ്ട്, ഇച്ചിരി കറിവേപ്പിലയുണ്ട്, എരിവ് മുളക് പൊടി, മഞ്ഞൾ ഞാൻ ചേർത്തിട്ടില്ല. അപ്പൊ വേവിക്കാനുള്ള കഷ്ണത്തില് മഞ്ഞൾ ഉപ്പ് കൂട്ടാ വേവിക്കാനിട്ടേക്കണം. അപ്പൊ ദേ ഒഴിക്കുവാണേ. ഒഴിച്ചിട്ട് ചാറിന് വേണ്ടി ആവശ്യത്തിന് വെള്ളം ചേർക്കണം കേട്ടോ. മിക്സി കഴുകിയ ഇതിവിടെ വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ചേർത്ത് കൊടുക്കാം, അപ്പൊ പാകാവും ചാറ്. ഇത് ഇരുന്ന് ഇച്ചിരി ഒന്ന് കൊഴുക്കൂട്ടോ, ഒരു പൊടിക്ക, ഒരുപാടില്ല എങ്കിലും പൊടിക്ക് കൊഴുക്കും. ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിക്കാം. മിക്സി കഴുകിയതാ ഇത്, കപ്പിലിരിക്കണത്. പിന്നെ കുഴപ്പമില്ല. പണ്ടൊക്കെ ഇല്ലേ ഈ കല്ലിൽ അരച്ചേച്ച് എന്ത് പാത്രത്തിലാന്നറിയോ കോരണത്? ചില വീടുകളിൽ മണ്ണിന്റെ നമ്മളിവിടെ മേടിച്ച ചട്ടി പോലത്തെ ചട്ടി ഉണ്ടാവും. ഇവിടെ പറഞ്ഞാൽ നമ്മൾ കഞ്ഞി കുടിക്കാൻ മേടിച്ചിട്ടില്ലേ മൺചട്ടി, അങ്ങനത്തെ ചട്ടി ഉണ്ടാവും. കൂടുതൽ ഭാഗങ്ങളിലും അങ്ങനെയാണ്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പണ്ടൊക്കെ മൺചട്ടിയിൽ ഇങ്ങനെ വടിച്ചെടുക്കുമായിരുന്നു. പിന്നെ അതിന് ശേഷം ഇപ്പൊ പറയണ പേര് കവടി പാത്രം എന്നാണ് അതിന്. ഞങ്ങൾ പറയണതില്ലേ ഇരുമ്പ് പിഞ്ഞാണോന്ന് ഏതാണ്ട്, അവിടെ ഇരുമ്പ് പിഞ്ഞാണോന്നല്ല, ഏതാണ്ടൊരു പേര് പറയാം. അങ്ങനെ കവടി പാത്രം ഒന്നും അല്ല പറയണത്, പിഞ്ഞാണം. ആ പിഞ്ഞാണത്തിലേക്കാ കോരണത്. അപ്പൊ അതാ പണ്ടത്തെ കാലത്ത് ഭക്ഷണം കഴിക്കണേ അതിലാ കഞ്ഞിയൊക്കെ കുടിക്കണത്. അപ്പൊ നല്ല രസമായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ പേരൊക്കെ വലിയ കാര്യത്തിൽ കവടി പാത്രം അത് എന്നൊക്കെ ആക്കി. പക്ഷെ കിട്ടാൻ വളരെ കുറവാ. അപ്പൊ പിന്നെ ലിങ്ക് ഇട്ട് തന്നത് നോക്കിയപ്പോഴേ നല്ല റേറ്റ് ഉണ്ട് അതിനല്ലേ, നല്ല റേറ്റാ. ഓക്കെ, ഇനിയിപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം, എന്നിട്ട് കടുക് പൊട്ടിച്ചാൽ മതി. അപ്പൊ കഴിക്കാൻ നേരത്ത് കാണിക്കാം. പിന്നെ ഈ പാത്രത്തിൽ ഇരിക്കണോണ്ട് ഇച്ചിരി രുചി കൂടും. ഏത് പാത്രം? നമ്മുടെ കൽച്ചട്ടി. ഓക്കെ, പതുക്കെ തിള വന്നേക്കണുണ്ടോ? തേങ്ങയരപ്പ് ഇതാവുമ്പോ മാങ്ങയൊക്കെ ഇടണല്ലേ, നമ്മൾ ആ പരുവത്തിന് അങ്ങ് ഓഫ് ചെയ്യും. കടുക് പൊട്ടിച്ചിട്ട് ഇളക്കി കാണിക്കാം, അല്ല കോരി കാണിക്കാം, അതുപോലെ അത് മതി. ഒരു സ്പെഷ്യൽ കറിയാ. അതായത് വെള്ളരിക്ക, മാങ്ങ, ചക്കക്കുരു, മുരിങ്ങക്കോലൊക്കെ കോമൺ കറിയല്ലേ. അതിന് ചക്കക്കുരുവിനും മുരിങ്ങക്കോലിനും പകരം വെള്ളരിക്കയും മാങ്ങയും വെക്കുന്നതിന്റെ കൂടെ സ്പെഷ്യൽ താരമാണ് നമ്മൾ ചേർത്തേക്കണം. ഓഫ് ചെയ്ത് താരമാണ് നമ്മൾ ചേർത്തേക്കണത്. അതായത് കുഞ്ഞു പാവയ്ക്ക പഴുത്ത് കിടന്നത് കൊണ്ട് അതിന്റെ കുറെ ഭാഗം ചീത്തയായിപ്പോയി. അപ്പൊ അത് മാറ്റി വെച്ച് ഇവിടെ മേടിച്ച് വെച്ചിരുന്ന ഒരു പച്ച പാവയ്ക്കയുടെ കുറച്ച് ഭാഗം കൂടെ ചേർത്ത്, തീരെ കുറവായ പാവയ്ക്കയുടെ ടേസ്റ്റ് വരൂല. ഇവിടെ ഒരു പാവയ്ക്ക ലവർ പെണ്ണുണ്ട്, അതിന് വേണ്ടിയാണ് പ്രധാനമായിട്ട് പാവയ്ക്ക ഇട്ടത്. അപ്പൊ നമുക്ക് ഇനി കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചിട്ട് ഇളക്കി കാണിക്കാം കേട്ടോ. ഓക്കെ, ദേ കടുക് പൊട്ടി തുടങ്ങി. ചുമന്നുള്ളി, വേപ്പില, അത് പാത്രം ഇവിടെ ഇരിക്കും. ഇതിങ്ങോട്ട് മാറ്റണോ? വേണ്ട, മാറ്റിയാൽ പിന്നെ അങ്ങോട്ട് വെക്കണ്ടേ. ദേ കടുക് വറുത്തു ദേ ചേർക്കുവാണ്. ഞാൻ ഇതിങ്ങിടുത്താ കേട്ടോ. മറ്റേന് കോരി എടുക്കുമ്പോൾ കുഴിയനെടുക്കാം. അധികം എണ്ണ ഇതിലേക്ക് ഒഴിക്കൂല കേട്ടോ. അതെ, ഇനി എന്തെങ്കിലും കറി ഉലത്തുമ്പോൾ അതങ്ങെടുക്കാം. എണ്ണ അധികം ചെല്ലണ്ടല്ലോ എന്ന് ഓർത്താ, അല്ലാണ്ട് പിശുക്കോലും. ചിലർ പറയും ഇത് കാണുമ്പോൾ പിന്നെ പലതരത്തില്. അത് പിന്നെ ജനങ്ങൾക്ക് പല അഭിപ്രായമുണ്ട്. ഞാൻ അതിന് കുറ്റം പറയുന്നില്ല. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കി നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ കഴിക്കുന്നു. വെറുതെ ആവശ്യമില്ലാതെ ഒരുപാട് ഉണ്ടാക്കി എന്തിനാ വേസ്റ്റ് ആക്കി കളയണേ? പക്ഷേ ഇല്ലേ, സ്ഥിരം കാണുന്നവർക്ക് അറിയാം, അല്ലാത്തവര് പിന്നെ എല്ലാവർക്കും ബഹുജനം പലവിധ. ചിലർക്ക് ഒരുപാട് കാണിക്കണം, ഒരുപാട് അത് കഴിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല.
കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ ബാക്കി എന്ത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കഴിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ച ഒരു കാലഘട്ടം ചെറുപ്പം ഉണ്ടായിരുന്ന. ഒരു പരിധി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഉള്ളിലേക്കാണ് ഇത് ചെല്ലണത്. അത് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കും. ഞാനത് ഇപ്പൊ മനസ്സിലാക്കിയത് ഭക്ഷണം കഴിച്ചല്ല എനിക്ക് പ്രശ്നം വന്നത്. നമുക്ക് വയറിന് നീർക്കെട്ട് വന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞതാണ്, ഏതെങ്കിലും ഭക്ഷണം ഇതിപ്പോൾ പറയേണ്ട കാര്യം ഉണ്ടായിട്ടല്ല, ഏതെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ മെയിൻ ഗ്യാസ്ട്രോ ഡോക്ടർ എന്നോട് പറഞ്ഞു തന്നതാണ്, നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുവാണെങ്കിൽ ബോഡിയിൽ, അതായത് ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാക്കും, ഏമ്പക്ക എനിക്ക് വന്നുകൊണ്ടിരുന്നത്, അങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ എത്ര നല്ല ഭക്ഷണമാണെങ്കിലും അത് നിങ്ങൾ അവോയ്ഡ് ചെയ്തോ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം മരുന്നില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. കുറേ കാലം കഴിയുമ്പോൾ മരുന്ന് വേണ്ടി വരും, ഇല്ലെന്നല്ല പറഞ്ഞ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഭക്ഷണങ്ങൾ ഞാൻ വർജിച്ചിട്ടുണ്ട് ഇപ്പം. കാരണം നമ്മുടെ വീട്ടിലും അതുണ്ട്, ചെല്ലണ വീടുകളിൽ, എൻ്റെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഇച്ചിരി കഴിക്കാൻ പറയും. ഞാൻ പറയും ഇച്ചിരി കഴിക്കുമ്പോൾ പിന്നെ പ്രശ്നങ്ങളാ, അപ്പം അങ്ങ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പം ഞാനിപ്പോൾ പുതിയ പിള്ളേരോടും ഈ രോഗങ്ങളൊന്നും ഇല്ലാത്തവരോടും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത് മനസ്സിലാവൂല. ഒരിക്കൽ വയറിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആർക്കും അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ. അപ്പം അത് നല്ല നല്ല വിദഗ്ധരായ ഡോക്ടേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ അവരതിനെ ആ രീതിയിൽ നമ്മളെ ഗൈഡ് ചെയ്യും. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ, എന്ന് വിചാരിച്ച് നാളെ എനിക്ക് വേറെ പ്രശ്നം ഉണ്ടാവൂല്ലെന്ന് ഞാൻ ഒരിക്കലും പറയൂല. ഏത് നിമിഷവും നമുക്ക് അസുഖം വരാം. പക്ഷെ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഒന്ന് തുടങ്ങുമ്പോഴാണ് ഒന്നിനെ തുടങ്ങി വേറെ ഓരോന്നെ പിന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം മാക്സിമം കഴിക്കാവുന്നത് കഴിക്കുക. ഞാൻ അതുകൊണ്ട് ഇപ്പം ചിലപ്പോൾ 3 പേര് ഇവിടെയുള്ള, ഇപ്പം ഈ 3 പേര് ഈ വീട്ടിലുള്ള, ആ 3 പേരിൽ 2 പേർക്ക് കഴിക്കാവുന്ന ഭക്ഷണമായിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കിയേക്കണത്. എനിക്കുള്ള ഭക്ഷണം എന്തെങ്കിലും ആ കൂടെ കാണും, വേറെ കറികളാണെങ്കിലും. അപ്പം അതനുസരിച്ച് 2 ദിവസത്തിൽ കൂടുതൽ ഇരിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുകയില്ല. പുലർത്തേറിയാണെങ്കിൽ ഉച്ചയ്ക്കും വൈകുന്നേരം കൂട്ടി കഴിയുമ്പോൾ തീർക്കുകയും ചെയ്യും. ആ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കണത്. അപ്പം നിങ്ങൾക്ക് പലർക്കും അത് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ഇച്ചിരിച്ചേ ഉള്ളൂ ഇങ്ങനെയൊക്കെ തോന്നും, പല കമൻറ്റും വരാറുണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ല, അത് അതിൻ്റെതായ അവരവരുടെ വീട്ടിൽ എങ്ങനെയാ ആ രീതിയെന്ന് വെച്ചാൽ ആ രീതിയിൽ സംഗതികൾ ചെയ്യണതാണ്. അപ്പം ഫ്രഷ് ആയിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കുമ്പോൾ കഴിക്കും. ചാറ് കറികൾ 2 ദിവസത്തേക്ക് വെച്ചേക്കും. പിന്നെ ചിലർ പറയാറുണ്ട് കേട്ടോ, ഒന്നിലും ഒരു നിറവ് കാണുന്നില്ല, വളരെ പിശുക്കിയാണ് ഉണ്ടാക്കുന്നത്, ആവശ്യത്തിന് പോലും തികയുന്നില്ല എന്ന് സ്ഥിരം കമന്റ് ചെയ്യുന്നവരുണ്ട്. അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, കുറേ കാണിക്കാൻ വേണ്ടി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാം, പക്ഷെ ബാലൻസ് വരുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. പക്ഷെ അവരാരും ഒരു അക്ഷരം മിണ്ടില്ല. പക്ഷെ എനിക്ക് എന്നാന്നോ, ഇതിപ്പോ നമ്മൾ ഒരുപാട് കാടുകയറി പോകും. അതെന്നാന്ന് വെച്ചാൽ പറഞ്ഞു വരുമ്പോ അങ്ങനെ പറഞ്ഞു പോകണം. കാരണം ഇത് ഒരുപാട് ഇതിനെപ്പറ്റി ഇത് വരാറുണ്ട് നെഗറ്റീവായിട്ട്. അതുകൊണ്ട് പറഞ്ഞ, അതായത് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ 7 കൊല്ലം കഴിഞ്ഞ് നമ്മളിപ്പോൾ വീഡിയോ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് അന്ന് മുതലുള്ള വ്യൂവേഴ്സിനെ അറിയാൻ ഒരുപാട് പേരുണ്ട്, നമ്മുടെ നല്ലവരായ വ്യൂവേഴ്സ്. അവർക്കറിയാം നമ്മളെങ്ങനെ ഫുഡ് ഉണ്ടാക്കണോ, നമ്മളെങ്ങനെ കഴിക്കണം. പക്ഷെ പലരും അതിന് കമന്റ് കൊടുക്കാറുണ്ട്. അവര് തന്നെ കൊടുക്കും. അവർക്ക് ആവശ്യത്തിനുള്ളതാണ് അവരുണ്ടാക്കുന്നത്. അതായത് വെറുതെ കാണിക്കാൻ വേണ്ടി ഒരു വീട്ടമ്മ ഉണ്ടെങ്കിൽ ആ വീട്ടമ്മയ്ക്ക് അറിയാം ആ വീട്ടിലെ ഭർത്താവ് എന്തോരം ഭക്ഷണം ക്വാണ്ടിറ്റി കഴിക്കണുണ്ടെന്ന്, മക്കൾ എന്തോരം കഴിക്കണുണ്ടെന്ന്, പിന്നെ അപ്പനും അമ്മയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അവരും എന്തോരം കഴിക്കേണ്ടെന്ന് അറിയാം. അപ്പനും അമ്മയ്ക്കും ഒന്നും നമ്മൾ വിളമ്പി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പന് നമ്മൾ വിളമ്പി കൊടുക്കും. അമ്മയൊക്കെ സ്വയം എടുക്കണ വീടുകളെല്ലാ വീടുകളിലും തന്നെ അമ്മമാര്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞതെന്നു വെച്ചാൽ വേറെ ഉദ്ദേശത്തിലല്ല, കൂട്ടുകുടുംബം എന്ന് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതാ. ഇവിടെ ഇപ്പം 3 പേരെ ഉള്ളെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് പറയും ഇങ്ങനെ ചോറിൽ അങ്ങ് ഇട്ട് തന്നേരെ. അപ്പം എനിക്ക് പിന്നെ വേറെ ഒന്നും ഇത് ഇടകുഴകം വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മേശയിൽ വെച്ച് സെറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്, എപ്പോഴും ഇങ്ങനെ വിളമ്പി തരണ്ടെന്നും പറഞ്ഞു. അപ്പം എല്ലാവരും പറയും വിളമ്പി കാണുന്നത് ഇഷ്ടമാണെന്ന് പറയും. പിന്നെ ഇവിടെ വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ അത് സന്തോഷം. അപ്പം അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള സന്തോഷത്തിന്റെ രീതിയിൽ നമ്മൾ ചെയ്യണമെന്നേ ഉള്ളൂ. അവരെന്തോരം കഴിക്കുമെന്ന് എനിക്കറിയാലോ. പിന്നെ വേണമെങ്കിൽ രണ്ടാമത് എടുക്കാൻ ഇവിടെ സംഗതി ഉണ്ടാവും, രണ്ടാമത് ആവശ്യം ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പം നിങ്ങൾ ഈ പല തെറ്റിദ്ധാരണകളും വെച്ച് പല രീതിയിൽ വളച്ചൊടിച്ചത് പറയുമ്പോൾ എന്തൊക്കെ എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ വീട്ടിൽ എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ചാൽ ആ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും കേട്ടോ. അപ്പൊ അത് പലരുടെയും പ്രശ്നം കാണിക്കാൻ വേണ്ടി കുറെ ഉണ്ടാക്കണില്ല എന്നാ. എന്തിനീ കാണിക്കാൻ വേണ്ടി കുറെ ഉണ്ടാക്കണേന്ന് എനിക്ക് മനസ്സിലാവില്ല. അത് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാക്കുന്നതിൽ അർത്ഥമുണ്ട്. കഴിക്കില്ല എന്നുണ്ടെങ്കിൽ കാണിക്കാൻ വേണ്ടി എന്തിനാ ഒരുപാട് ഉണ്ടാക്കണം. എന്നിട്ട് ബാലൻസ് വരുന്ന വേസ്റ്റ് ആയിട്ട് ഡസ്റ്റ്ബിനിൽ ഇടുകയും ചെയ്യും. അത് വലിയൊരു തെറ്റാണ്. പിന്നെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ്. ക്രിസ്തുമസ്, ഈസ്റ്റർ, ഓണം, വിഷു, റംസാൻ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ
മക്കളൊക്കെ പുറത്തുള്ളവരോ ജോലി സംബന്ധിച്ചൊക്കെ ഉള്ളവരോ ഒക്കെ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് അവരവരുടെ മേശയിൽ വിളമ്പും. അപ്പം അതൊക്കെ നല്ല കാര്യം. അതങ്ങനെ വേണം. കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ഉണ്ടാക്കൂല, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത്. അല്ലാണ്ട് സ്ഥിരം എന്നും ഉച്ചയ്ക്കും വൈകിട്ടും ചോറുണ്ണുമ്പോൾ ഇങ്ങനെ കണ്ടമാനം ഉണ്ടാക്കി ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വിളമ്പുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഇത് ഭക്ഷണത്തിന് യാചിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. അതാരും താഴത്തേക്ക് ചിന്തിക്കുകയോ ഇറങ്ങുകയോ ചെയ്യൂല. അതുകൊണ്ട് ആ വിഷയം നമ്മളിപ്പോൾ ഒരു റോട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ എന്തോരം പിന്നെ തീരെ ദീനായിട്ടിരിക്കുന്നവരൊക്കെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ കാണാറില്ലേ, പാസ് ചെയ്ത് പോലെയൊക്കെ പോകുമ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ ഭക്ഷണത്തിന് യാചിക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ അവരെ പറ്റിയും കൂടെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കടത്തി ഇപ്പം ഈ ഇതിനെപ്പറ്റി വന്നിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ എടുക്കണതിനെപ്പറ്റി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇവിടെ കഴിക്കുന്നവർക്കുടെ രീതിയിൽ അളവിലാണ് ഞങ്ങൾ കഴിക്കുന്നതും ഉണ്ടാക്കുന്നതും. ഓക്കെ, ഇനി ഈ ഫോമിൽ കാണൂല, കറി ഇളക്കാൻ പോവാ. കാരണം കടുക് വറുത്തത് അതിലേക്ക് മിക്സ് ആവണം. എന്നിട്ട് മൂടി വെക്കാൻ പോവാ കേട്ടോ. കളിച്ചിട്ട് ഉച്ചയ്ക്ക് എടുക്കാറാകുമ്പോൾ കാണിക്കാം. ചക്കക്കുരുവിന്റെ ഒരു കുറവുണ്ട് ഇതില. ചക്കക്കുരു ഇല്ലെങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പാവയ്ക്ക ഉണ്ടല്ലോ, പാവയ്ക്കുണ്ട്. നോക്കട്ടെ കേട്ടോ, ഉപ്പുണ്ടോന്ന്. ബാക്കിയെല്ലാം ഉണ്ടാവും. കറക്റ്റാ. അതെ, കൽച്ചട്ടിയിൽ പാകപ്പെടുത്തി വെച്ചിരിക്കുന്ന വെള്ളരിക്ക, മാങ്ങ, പാവയ്ക്ക, തേങ്ങയരപ്പ് കറി ഒഴിക്കാൻ പോവുക കേട്ടോ. അതിനുള്ള കുഴിയും കയ്യില. കൽച്ചട്ടിയിൽ കറി ഉണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റാ. ചാറിൻ്റെ ഒഴിച്ച കപ്പയ്ക്ക് ചാറ് ഇവിടെ നന്നായി വേണം. ഇല്ലെങ്കിൽ അപ്പ ചോദിക്കും തന്നെ ചാറില്ലാത്തന്ന്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. നീ നിന്റെ ഒഴിച്ചോട്ടെ, നിനക്കും ഒഴിക്കാലോ. അതിക്കടെ ഒരുപാട് വേണ്ട, കുറച്ച് മതി. പറഞ്ഞാ മതി. അത് മതി. മതിയോ? കഷ്ണരിയിൽ ഇച്ചിരി ഇട്ടേരെ. അങ്ങനെ നോക്കിയെടുക്കാൻ പറ്റില്ല. അതാ പാവയ്ക്ക ഉണ്ടാവും അതില്. ചുമന്ന നിറത്തിലുള്ളത് പാവയ്ക്ക, പച്ചയും പാവയ്ക്ക ഉണ്ടായിരുന്നു. എൻ്റെ ചോറിലെടുക്കാട്ടോ ലാസ്റ്റ്. ഇത് കാണിക്കെടുക്കണം. ഇതിലാദ്യം എടുക്കട്ടെ. പിന്നെ നിനക്ക് ഇന്നലത്തെ മറ്റേ പിക്കിള് പോരെ? പിന്നെ ഇതെൻ്റെ അത്ര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കറിയൊന്നും അല്ല കേട്ടോ. ഒരു ചാറുകറിയായിട്ടൊക്കെ കഴിക്കാം എന്നേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ചെമ്മീനൊക്കെ വരുമ്പോഴാണ് ഇത്തിരി ഫ്ലേവറായിട്ട് ഫീൽ ചെയ്യുക. പിന്നെ നൊയമ്പ് സമയത്തൊക്കെ ഇതൊരു പെർഫെക്റ്റ് ചാറുകറിയാണ്. ഇങ്ങനെയൊക്കെ കഴിക്കാൻ നമുക്ക് ഓരോ ദിവസം മാറി മാറിയൊക്കെ വേണമല്ലോ, അല്ലെങ്കിൽ ബോറടിക്കും. അല്ലെങ്കിൽ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ.